ഹലോ, അസ്സാം വലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ടേസ്റ്റ് മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് മട്ടൻ കുറുമയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിനൊരു 1/2 കിലോ മട്ടൺ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നന്നായി കുഴച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ നല്ല ചട്ടിയോ പാത്രം ഏതെങ്കിലും ഒന്ന് വെക്കാം. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉലുവ ഇടണം. ഉലുവയും കൂടി പൊട്ടിയാൽ വറ്റൽമുളക് ഇടാം. കറിവേപ്പിലിടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 3 ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി ഒന്ന് അതും വഴറ്റിയെടുക്കുക. ഇതൊന്ന് കുറച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് വാടിയതിന് ശേഷം വീണ്ടും ഇളക്കി ഒന്ന് എടുക്കുക. പിന്നില്ലേ എന്താ പറയുക വിചാരിച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട് ഒരു ലൈക്ക് തരണം. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യണേ. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഒന്ന് വാടട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും മുറിച്ച് വെച്ച ഒരു തക്കാളിയും ചേർക്കുക. തൈര് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. വീണ്ടും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. ഒരു ചെറിയ സ്പൂൺ ജീരകപ്പൊടി വേണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട്. പിന്നെ ഇത് ഇടണമെന്നില്ല. ഞാനൊരു ടേസ്റ്റ് അങ്ങനെ ഇടുന്ന മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. എല്ലാവരും ഇടണ്ട കേട്ടോ. ഒരു ഓപ്ഷണലാണ്. ഇനി ഈ പൊടീൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ചൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് എടുക്കാം. ഈ ഉള്ളിക്കും തക്കാളിക്കും ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. മട്ടൻ വേവിക്കുമ്പോൾ മട്ടനിൽ ഉപ്പിട്ടത് കൊണ്ട് ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കി. ഇല്ലെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ. ഇതിപ്പോൾ നല്ല അടിപൊളി മട്ടൻ കുറുമയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കുക. മല്ലിയില എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ ഇടുന്നത് കേട്ടോ. മല്ലിയില എന്തായാലും ഇടണം, പക്ഷെ ഞാൻ ഒരുപാട് ഇട്ട്. ഇനിയിത് ഓഫാക്കാം.
നല്ല ടേസ്റ്റുള്ള അടിപൊളി മട്ടൻ കുറുമയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെയ്ച്ചോറ് വെക്കുന്നത് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഒന്നുകൂടി എല്ലാവരോടും പറയുന്നു, ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് മട്ടൻ കുറുമയും നെയ്ച്ചോറും റെഡിയായി. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക കേട്ടോ.